ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു മീൻകറി വെക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമോത മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം വെട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറുതാക്കി, വലിയ പീസായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ചെറുതാക്കി കഴുകി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട പൊടി ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മീൻകറി വെക്കുന്നതിലോട്ട് പോകാം. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ചായ ഇപ്പോഴാണ് കേട്ടോ കുടിക്കുന്നത്. പാത്രം ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി 2-3 ചുവന്നുള്ളിയും കൂടെ ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊടി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മഞ്ഞൾ പൊടി ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി വെള്ളമോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് പോയിട്ട് തിരിച്ച് വന്ന വഴിക്കാണ് കേട്ടോ മീൻ കറി വെക്കാൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അവിടെ പോകുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. പക്ഷേ കാശിക്കുട്ടൻ ആ വണ്ടിയെ കയറിയപ്പോൾ തൊട്ടേ വഴക്കായിരുന്നു. ഫോണ് കാർട്ടൂൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അത് അവൻ്റെ പിന്നെ ഫോൺ അങ്ങ് അവൻ്റെയിലോട്ടങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ചേട്ടായുടെ ഫോൺ കൊടുത്തിട്ട് എൻ്റെ ഫോണിനകത്തോട്ട് വീഡിയോ എടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടായുടെ ഫോൺ കൊടുത്തിട്ട് അവനത് വേണ്ട, എൻ്റെ ഫോൺ തന്നെ വേണം. അപ്പോൾ ആ ഫോൺ പിന്നെ കൊടുത്തതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതായിരുന്നു കേട്ടോ, ആ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പോയായിരുന്നു. ഞങ്ങൾ ആ വീട് കണ്ടിട്ട് ഞെട്ടിപ്പോയി. അതുപോലെ വലിയ വീടാണ് കേട്ടോ. ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ വീട്. സൂപ്പർ വീടാണ്. വീടിൻ്റെ അകമൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടും. ഒത്തിരി സ്പേസ് ഒക്കെ ഉണ്ട്. കിച്ചണോ ചെന്നപ്പോഴും ഞാൻ അടുക്കളയിലോട്ടാണ്. അടുക്കള ചേട്ടായാണ് പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അടുക്കളയോടാണ്, അടുക്കള കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് അടുക്കള കണ്ടപ്പോഴത്തേക്ക് അടുക്കള വർക്ക് ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം നല്ല നല്ല സൂപ്പറായിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ്. ചേട്ടനോട് അത് ചോദിക്കുകയും ചെയ്തു അവിടെ വെച്ചിട്ട്, നമുക്കൊരു വീട് പണിയുമ്പോൾ ചേട്ടാ ഇതുപോലെ ഒരു വീട് പണിയാൻ പറ്റുമോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞാൽ നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ദൈവം എല്ലാം നടത്തി തരട്ടെ. അപ്പം നമ്മുടെ മീനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുവാണേ. ഇത് വെച്ചിട്ട് എടുക്കാൻ എനിക്ക് പേടിയാണ്. എൻ്റെ ദേഹത്ത് നാളെ ഒരു ദിവസം വീണതാണ് കേട്ടോ ഇത് വെച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മീൻകറി അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ അവിടെ വെച്ചിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നു. ഒത്തിരി എനിക്ക് അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമായി. ഞാനിപ്പോൾ ചേട്ടായോട് പറഞ്ഞിട്ട് ഇത് കണ്ടോ, അവർ കണ്ടിട്ട് നമ്മളോട് എന്ത് സ്നേഹത്തോടാണ് സംസാരിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അവരെ അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക്. ഇന്നലെ ഇട്ട വീഡിയോയുടെ കാര്യമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടാണ് കൂടുതൽ എനിക്ക് വിശ്വാസമായി ഇവരൊക്കെ കാണുന്നുണ്ടെന്നാണ്. ഇന്നലെ ഇട്ടതിനോട് പറഞ്ഞ് കാശിക്കുട്ടിനെ ഒരുക്കിയ വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടു, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഇപ്പോൾ ഇവർ നേരത്തെ ചേട്ടായൊക്കെ താമസിച്ച വീടിനടുത്ത് താമസിച്ചവരാണ് കേട്ടോ. അവരൊക്കെ ഞാൻ അമ്മ ഞങ്ങളുടെ ഹസ്ബൻഡിന് ചേട്ടായുടെ അമ്മ മരിക്കുന്ന സമയത്താണ് അവരൊക്കെ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. ഇവരാദ്യം താമസിച്ച സ്ഥലത്താണ് കേട്ടോ, ആദ്യം വീട് വെച്ച് താമസിച്ച്. അപ്പോൾ അവരെയൊക്കെ അന്ന് കണ്ടതാണ് കേട്ടോ. പിന്നെ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം സന്തോഷത്തോടാണ് കേട്ടോ. എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായിപ്പോയി അവരെയൊക്കെ കണ്ട് അവരിങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക്, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. ഇനിയും കാശിക്കുട്ടൻ ദേ വന്നു കഴിഞ്ഞ് എല്ലാം അടുക്കി ഇട്ടിട്ട് ഞാൻ പോയാകാം. എല്ലാം അടുക്കി വെച്ചിട്ട് പോയത്. വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന കളിപ്പാട്ടം എല്ലാം പറക്കി നിരത്തി തറയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം പെറുക്കി ഒതുക്കി എടുത്ത് വെക്കണം. പിന്നെ അവിടെ കൊടുക്കണം. ഇപ്പോൾ ചായ കഴിച്ചപ്പോൾ ആ കൂട്ടത്തിൽ ചായ കുടിക്കാൻ കൊടുത്തപ്പോഴത്തേക്ക് അതിനോട് ബ്രെഡ്, ചായ അല്ല പാല് കൊടുത്തപ്പോഴത്തേക്ക് ബ്രെഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ആ ബ്രെഡിൻ്റെ പൊടിയെല്ലാം അവിടെ വീണിട്ടുണ്ട്. ഇനി അതെല്ലാം തൂത്തെടുത്ത് കളയണം. കാശിക്കുട്ടിന് ഉറക്കം വന്നത് കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ വണ്ടി ഇരുന്ന് ഉറങ്ങാൻ നേരം ഞങ്ങൾ ഉറക്കിയില്ല. കാരണം രാത്രി താമസിച്ച് കിടന്ന് ഉറങ്ങും. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കിയില്ല. കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിർത്തിയേക്കുമായിരുന്നു. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. എന്നാ ചേച്ചി ആണോ?
അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.